പേർഷ്യൻ ഗൾഫിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് അകമ്പടി നൽകുന്ന കാര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നാവികസേന അകമ്പടി നൽകണമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. IN സൂറത്ത് അടക്കമുള്ള നാവികസേന കപ്പലുകളെ രക്ഷാദൌത്യത്തിനായി ഉപയോഗിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ശരത് ലാലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനമാകും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിന്റെ നടപടികൾ, നീക്കങ്ങൾ? സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ടാങ്കറുകൾ, അതായത് ഹോർമുസ് കടലിടുക്കിന് അപ്പുറവും ഇപ്പുറവുമായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ബഹറിൽ തന്നെ. അതുപോലെ തന്നെ ഖത്തർ തുറമുഖത്തുണ്ട്. ഈ കപ്പലുകളെ നാവികസേനയുടെ അകമ്പടിയോടുകൂടി തന്നെ ഇന്ത്യയിൽ എത്തിക്കുക എന്നൊരു ആവശ്യമാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യൻ നേവിയുടെ 2 പടക്കപ്പലുകൾ ഇപ്പോൾ ഒമാൻ തീരത്തും ബഹ്റിൻ തീരത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുതിയൊരു കപ്പലുകളായ അല്ലെങ്കിൽ യുദ്ധക്കപ്പലെ അയക്കേണ്ട ആവശ്യമില്ല പേർഷ്യൻ ഗൾഫിലേക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നടപടിക്ക് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വേണം. കാരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു നടപടിയാണ്. കാരണം ഇറാന്റെയോ അല്ലെങ്കിൽ US-ന്റെയോ ഏതെങ്കിലും ഒരു ആക്രമണം നമ്മുടെ നാവികസേനയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അത് ഒരു യുദ്ധത്തിന്റെ ഭാഗമായി മാറും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ എടുക്കേണ്ട തീരുമാനമാണ്. ഇതിനുവേണ്ടി അനുവാദം ഇസ്രായേലിൽ നിന്നും അതുപോലെ US-ൽ നിന്നും ഇറാനിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഇത് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. തന്ത്രപരമായ നീക്കമായിരിക്കും അങ്ങനെ തീരുമാനമെടുത്താൽ. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്ര മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇത് പ്രധാനമന്ത്രി തലത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നും പ്രതിരോധ വക്താക്കൾ ഷിപ്പിംഗ് മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം 48 മണിക്കൂർ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഇതിന് ഇന്ത്യൻ നേവി പൂർണ്ണമായി സജ്ജമാണെന്ന് ഇന്ത്യൻ നേവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം 18ഓളം കപ്പലുകളാണ്, ടാങ്കറുകളാണ് ഇപ്പോൾ അടിയന്തരമായി കുടുങ്ങിക്കിടക്കുന്നത്. അത് 70ഓളം ഇന്ത്യയിലേക്ക് വരുന്ന 70ഓളം ടാങ്കറുകൾ പുറത്തുമുണ്ട് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു തീരുമാനമെടുക്കേണ്ടത് വ്യക്തമാണ്.